കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ന് കൊച്ചിയിലെത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയവരെയും അതിന് നേതൃത്വം നൽകിയവരെയും ഉൾപ്പെടുത്തി കെപിസിസി സംഘടിപ്പിക്കുന്ന വിജയോത്സവം മഹാപഞ്ചായത്ത് രാഹുൽ ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികൾ ഉൾപ്പെടെ 15,000-ലേറെ അധികം പേരാണ് മഹാപഞ്ചായത്തിൽ പങ്കെടുക്കുന്നത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, എപ്പോഴേക്കായിരിക്കും രാഹുൽ കൊച്ചിയിലെത്തുക? എന്തൊക്കെ പരിപാടികളിലായിരിക്കും പങ്കെടുക്കുക? കൂടുതൽ വിവരങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിനെ ഒരുക്കിയെടുക്കുക, സംസ്ഥാനത്ത് സജ്ജമാക്കുക എന്ന രീതിയിലാണ് കെപിസിസി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെല്ലാം നേടിയ ഒരു ആധികാരികമായ തിളക്കമാർന്ന വിജയം അവർക്ക് വളരെയധികം ആത്മവിശ്വാസം പകരുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക, കൂടുതൽ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറുതായൊരു വിജയമല്ല, വളരെ വലിയ രീതിയിലുള്ള തിളക്കമുള്ള ഒരു വിജയം നേടുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പലകുറി UDF നേതാക്കളടക്കം ഇതിൽ പ്രതികരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിന് ഒരു മുന്നോട്ട് പോക്കിൽ ഒരു ഗതിവേഗം പകരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നിപ്പോൾ കൊച്ചി എറണാകുളം മറൈൻ ഡ്രൈവിൽ ഇപ്പോൾ മഹാവിജയം എന്ന പേരിൽ മഹാപഞ്ചായത്ത് നടത്തുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി രാഹുൽ ഗാന്ധി കൊച്ചിയിലെത്തും. ഇന്ന് അദ്ദേഹത്തിന് 2 പരിപാടികൾ മാത്രമാണ് കൊച്ചിയിലുള്ളത്. ഒന്ന്, മലയാളത്തിൻ്റെ മഹത്തായ എഴുത്തുകാരി ലീലാവതി ടീച്ചർക്ക് അദ്ദേഹം പ്രിയദർശിനി പുരസ്കാരം സമ്മാനിക്കും. ഇന്ന് ടീച്ചറുടെ വസതിയിലെത്തിക്കൊണ്ട് കളമശ്ശേരിയിലെ വസതിയിലെത്തി നേരിട്ടാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും അദ്ദേഹം മറൈൻ ഡ്രൈവിലെ വേദിയിലേക്ക് എത്തുന്നത്. ഏതാണ്ട് 2:30 മണിയോടുകൂടി അദ്ദേഹം അവിടേക്ക് വേദിയിലേക്ക് എത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂറോളം അദ്ദേഹം കൊച്ചിയിലുണ്ടാകും. 15,000-ത്തിലധികം പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കും. അതിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയവർ, അതോടൊപ്പം തന്നെ ഒപ്പം നിന്ന് പൊരുതിയവർ, ഇതിൽ അതിന് സഹായകരമായിട്ട് പ്രവർത്തിച്ചവർ, ഇവരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വലിയ ജനസഞ്ചയത്തെ തന്നെയാണ് അവിടെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെല്ലാം തന്നെ ഇവിടേക്ക് രാവിലെയോടുകൂടി തന്നെ എത്തിച്ചേരും. 11 മണിയോടുകൂടി അതിന് അവിടെ ഒരു വിവിധ സെഷനുകൾ എല്ലാം തന്നെ ആരംഭിക്കുകയും ചെയ്യുന്നു. ACC നിരീക്ഷക അടക്കം എല്ലാവരും തന്നെ ഇവിടേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഇതിൽ കൂടുതൽ വിലയിരുത്തലുകളും ചർച്ചകളും എല്ലാം തന്നെ ഉണ്ടാകും. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഇപ്പോൾ നേടിയ വിജയം ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ക്രിയാത്മകമായ ചർച്ചകൾ നടക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത്. സച്ചിൻ പൈലറ്റ് അടക്കമുള്ള നേതാക്കൾ ഇവിടേക്ക് വരുന്നു. KC വേണുഗോപാൽ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങി കോൺഗ്രസിൻ്റെ ഭൂരിഭാഗം നേതാക്കളുമടക്കം ഇന്ന് വേദിയിൽ സന്നിധരായിരിക്കും. ഇവരെല്ലാം തന്നെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു, ഇനി ഏത് രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് പ്രവർത്തകർ നടത്തേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച് സംസാരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കൾ ഇവിടെയുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമുദായിക നേതാക്കളുടെ അടക്കമുള്ള ശക്തമായ ഒരു വിമർശനമാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ടായത്. എങ്കിൽ കാര്യമായ രീതിയിലുള്ളൊരു ചെറുത്തുനിൽപ്പോ പ്രതികരണമോ ഒന്നും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒന്നും തന്നെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അത് ആ രീതിയിലുള്ള പ്രതികരണം അടക്കം നമുക്ക് ഒരു പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് നേതാക്കളെല്ലാവരും തന്നെ സ്ഥലത്തുണ്ട്. ആ രീതിയിലൊരു കൂടിയാലോചനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളുടെ ഒരു പ്രതികരണത്തിനുള്ളൊരു വേദി കൂടി ഒരു പക്ഷേ എറണാകുളം മറൈൻ ഡ്രൈവ് ആയിക്കൂടുന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.